എന്റെ പൊന്നുമക്കളെ, പഠിച്ചിട്ടും ജയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ഓരോരുത്തർ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻസിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോടികളാണ്. ഒരു വർഷമല്ല, ഒരു മാസം. ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞു പറഞ്ഞത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതെ, നമ്മുടെ പർപ്പിൾ ചേച്ചി. 28,000 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ഉള്ള ആളെന്നാണ് പറയുന്നത്. 28,000 ഇൻറ്റു 399, 1,11,00,000 ഒരു മാസം. അതിൽ 30% മെറ്റോ കൊണ്ടുപോയാലും ചേച്ചി കിട്ടുന്നത് 78 മുതൽ 80 ലക്ഷം വരെ ഒരു മാസം. ഈ 1 കോടി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവിഷ്കാരം മുഴുവനും പണിയെടുക്കേണ്ടി വരും. എല്ലാവരും ഇപ്പോൾ സബ്സ്ക്രിപ്ഷനിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഇതിന്റെ സാധ്യതകൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി. എന്തിന് നമ്മുടെ അലിൻ ജോസ് പെരേരയ്ക്ക് വരെ ഉണ്ട് 100 സബ്സ്ക്രൈബേഴ്സ്. കുറഞ്ഞതൊരു നല്ല എമൗണ്ട് അവനും കിട്ടുന്നുണ്ട്. എന്ത് കാണാനാണ് ആൾക്കാർ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ല. അതുപോലെ സാറ ചേച്ചി, പുള്ളിക്കാരിക്കുണ്ട് 10,000-ന് മുകളിൽ സബ്സ്ക്രിപ്ഷൻ. ഒട്ടുമിക്ക എല്ലാവരും സബ്സ്ക്രിപ്ഷനോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല പൈസ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അവരതിൽ ഇടുന്നത് എന്ത് വേണം ആയിക്കോട്ടെ, അവരുടെ പേജ്, അവരുടെ പ്രൊഫൈല്, അവരുടെ ഫോട്ടോ, അത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാം. ഇഷ്ടമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് കാണാതിരിക്കാം. അതൊക്കെ അവരുടെ ഇഷ്ടം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു ദം. അതിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നത് നമ്മുടെ യൂട്യൂബിലും മെമ്പേഴ്സ് ഓൺലി പോലെ മെമ്പേഴ്സിന് മാത്രം, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രം എക്സ്ക്ലൂസീവായിട്ട് കുറച്ച് സംഭവങ്ങൾ, നമ്മുടെ കണ്ടന്റുകൾ കുറച്ച് നേരത്തെ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം വീഡിയോസ് ചെയ്യുക എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഈ സാധനം യൂസ് ചെയ്യുന്നത് ഒരു 18+ സൈറ്റ് പോലെയാണ്. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ആരെയും ചൂണ്ടിക്കാണിച്ച് പറയുന്നില്ല. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ, കേരളത്തിലെന്നല്ല, ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലെയും മോസ്റ്റ് ഓഫ് ദ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന വേറൊരു ഓൺലി ഫാൻസ് പോലെയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോഴും അത്ഭുതം, ഈ അലിൻ ജോസ് പെരേരയുടെ ഈ 100 സബ്സ്ക്രൈബേഴ്സ് ആരാണെന്നാണ്. ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും അതിലുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതിലെന്താണെന്നൊന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചു പോകുന്നതാണ്. ഇവൻ ഈ കാണിക്കുന്ന റീൽസ് കാണിക്കുന്ന കോപ്രായങ്ങൾ തന്നെയാണ് അതിലിടുന്നതെങ്കിൽ അത് പൈസ കൊടുത്ത് കാണുന്നവരെയൊക്കെ നമ്മൾ എന്ത് വിളിക്കണം? ഇപ്പൊ അടുത്ത് നമ്മുടെ അന്ന രേഷ്മ രാജൻ, ലിച്ചി, നമ്മുടെ ഫേമസ് ഇനാഗുറേഷൻ സ്റ്റാർ, ഇനാഗുറേഷൻ ഒരു ജോലിയായിട്ട് കണ്ടുപിടിച്ച ഫസ്റ്റ് വ്യക്തി, പുള്ളിക്കാരിയും സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലോകത്തിലേക്ക് വരാൻ നിങ്ങൾ പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പുതിയ സംഭവമൊക്കെ വന്നിട്ടുണ്ട്. തുടങ്ങട്ടെ, എല്ലാവരും തുടങ്ങട്ടെ. എല്ലാവരും ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഫോട്ടോസ് ഇട്ട് കോടികൾ ഉണ്ടാക്കട്ടെ.